ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമല്ല. ആര് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? വേണ്ട. ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇന്നിങ്ങോട്ട് വർഗീയവാദിയാക്കാനോ നിൽക്കണ്ട, വിഷയങ്ങൾ പറയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ കോൺഗ്രസ്സുകാരനും ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കരുതിക്കോളൂ, പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ്, ഒരുമിച്ചാണ് യാത്ര, ഒരുമിച്ചാണ് കിടത്തം, ഒക്കെ ശരിയാ. പക്ഷെ ഇയാൾ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുമോ? കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനുള്ള പണിയെടുക്കുമോ? അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കല്? അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം, മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട്. മതപണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം, മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത. എവിടുത്തെ ന്യായത്? രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അത് നിലപാട്, മതപണ്ഡിതന്മാർ പറഞ്ഞാൽ അത് വർഗീയത. എങ്ങനെ വർഗീയതയാകും? ഈ കോൺഗ്രസ്സുകാരനായ ആൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിംഗിൽ പോയി പങ്കെടുക്കുന്നത് എനിക്കല്ലല്ലോ മതസൗഹൃദം എന്ന് പറയാം, അല്ല രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം. അവരുടെ മീറ്റിംഗ് പങ്കെടുക്കുക, ഇലക്ഷൻ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുക, വോട്ട് പിടിക്കാൻ വേണ്ടി പോവുക, ഇതിനല്ല എന്തെന്ന് പറയാം രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം. മറിച്ച് എന്താ രാഷ്ട്രീയ സൗഹൃദം? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബോർഡ് കണ്ടാൽ, ഒരു കൊടിമരം കണ്ടാൽ അതിനെ തകർക്കാതിരിക്കുക, അവരുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോയി കരിയറിൽ വിൽക്കാതിരിക്കുക, അവർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തി കൊടുക്കുക, നമ്മൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക, അങ്ങനെ കോൺഗ്രസ്സുകാരൻ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രോപ്പർട്ടി തകർക്കാതിരിക്കുക, ഇതാണ് രാഷ്ട്രീയ സൗഹൃദം. ഇതന്നെയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അവരുടെ മതാചാരങ്ങൾ അതേ രൂപത്തിൽ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് ചെയ്യാം. അത് കാണുമ്പോൾ നമ്മളാരും അതിനെ വ്രണപ്പെടുത്താൻ പോകേണ്ടതില്ല, നമ്മളാരും അത് ചെയ്യാനും പോകേണ്ടതില്ല. ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്രിസ്തു ജനിച്ച ദിവസമാണ്, യേശുവിന്റെ ജന്മദിനാണ്. യേശു എന്ന് പറയുന്നത് ആരാണ്? യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മകനാണ് യേശു എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല, അവരുടെ വിശ്വാസമാണ്, അവർക്ക് അങ്ങനെ വിശ്വസിക്കാം, ഈ രാജ്യത്ത് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസം എന്താണ്? ലം യലിദ് വലം യൂലദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള നബിമാരെ പോലെ തന്നെ ഒരു നബി മാത്രമാണ്, അള്ളാഹിന്റെ മകനൊന്നുമല്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അള്ളാഹുവിന് മകനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആചാരത്തോട് ചേരുക എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കുഫറിലോട്ട് പോകുന്ന കാര്യമാണ്. അതാണ് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അവിടുത്തെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തി, ഏതൊരു മതവിശ്വാസത്തിന്റെ ആചാരത്തോടും അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കിടലായി നമ്മൾ അതിലോട്ട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. അങ്ങനെ ആകുമ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, എന്താഘോഷം ആയിക്കോട്ടെ, അത് ഈ രൂപത്തിലുള്ള ഒരു പങ്കു ചേർക്കൽ അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പങ്കെടുക്കലിന്റെ വിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.